PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 28-ന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ +1 മ്യൂസിക് പാഠപുസ്തകത്തിലെ പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഉത്ഭവ കേന്ദ്രമായി കരുതപ്പെടുന്നതെന്ത്? വേദങ്ങൾ. ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഉത്ഭവ കേന്ദ്രങ്ങളായി കരുതപ്പെടുന്നതെന്ത്? വേദങ്ങൾ. ഇന്ത്യൻ സംഗീതത്തിലെ രണ്ട് പ്രധാന ശാഖകളേവ? ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും. ഇന്ത്യൻ സംഗീതത്തിലെ രണ്ട് പ്രധാന ശാഖകളേവ? ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും. ഇന്ത്യൻ സംഗീതം രണ്ട് ശാഖകളായി വേർപിരിയാനുള്ള കാരണം എന്തായിരുന്നു? 13-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ ആക്രമണം. ഇന്ത്യൻ സംഗീതം രണ്ട് ശാഖകളായി വേർപിരിയാനുള്ള കാരണം എന്തായിരുന്നു? 13-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ ആക്രമണം. കർണാടക ദേശം അല്ലെങ്കിൽ കറുത്ത ദേശം എന്നറിയപ്പെട്ടിരുന്ന ദക്ഷിണേന്ത്യയിൽ വളർച്ച പ്രാപിച്ച സംഗീത സമ്പ്രദായമേത്? കർണാടക സംഗീതം. കർണാടക ദേശം അല്ലെങ്കിൽ കറുത്ത ദേശം എന്നറിയപ്പെട്ടിരുന്ന ദക്ഷിണേന്ത്യയിൽ വളർച്ച പ്രാപിച്ച സംഗീത സമ്പ്രദായമേത്? കർണാടക സംഗീതം. ലോക സംഗീതം രണ്ട് സമ്പ്രദായങ്ങളായി തരംതിരിക്കപ്പെട്ടിരുന്നത് എങ്ങനെ? മെലഡി, ഹാർമണി എന്നിങ്ങനെ. ലോക സംഗീതം രണ്ട് സമ്പ്രദായങ്ങളായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? മെലഡി, ഹാർമണി എന്നിങ്ങനെ. ഇന്ത്യൻ സംഗീതം പ്രാമുഖ്യം നൽകുന്നതെന്തിന്? മെലഡിക്ക്. ഇന്ത്യൻ സംഗീതം പ്രാമുഖ്യം നൽകുന്നതെന്തിന്? മെലഡിക്ക്. എന്തിന് പ്രാധാന്യം നൽകിയാണ് പാശ്ചാത്യ സംഗീതം രൂപപ്പെട്ടിരിക്കുന്നത്? ഹാർമണി. എന്തിന് പ്രാധാന്യം നൽകിയാണ് പാശ്ചാത്യ സംഗീതം രൂപപ്പെട്ടിരിക്കുന്നത്? ഹാർമണി. സ്വരങ്ങൾ ഒന്നൊന്നായി പ്രയോഗിക്കുന്ന രീതിയിലുള്ള സമ്പ്രദായമേത്? മെലഡി. സ്വരങ്ങൾ ഒന്നൊന്നായി പ്രയോഗിക്കുന്ന രീതിയിലുള്ള സമ്പ്രദായമേത്? മെലഡി. ഒന്നിലധികം ഗായകരോ വാദകരോ ഒരേ സമയം സംവാദിത്വമുള്ള സ്വരങ്ങൾ പാടുമ്പോഴോ വായിക്കുമ്പോഴോ ഉണ്ടാകുന്ന സ്വരങ്ങളുടെ സംയോഗമേത്? ഹാർമണി. ഒന്നിലധികം ഗായകരോ വാദകരോ ഒരേ സമയം സംവാദിത്വമുള്ള സ്വരങ്ങൾ പാടുമ്പോഴോ വായിക്കുമ്പോഴോ ഉണ്ടാകുന്ന സ്വരങ്ങളുടെ സംയോഗമേത്? ഹാർമണി. ഇന്ത്യൻ സംഗീതത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് ഏത്? രാഗസമ്പ്രദായം. ഇന്ത്യൻ സംഗീതത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് ഏത്? രാഗസമ്പ്രദായം. സമ്പൂർണങ്ങളായ എത്ര രാഗങ്ങളാണ് കർണാടക സംഗീതത്തിലുള്ളത്? 72. സമ്പൂർണങ്ങളായ എത്ര ജനകരാഗങ്ങളാണ് കർണാടക സംഗീതത്തിലുള്ളത്? 72. ജനകരാഗങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? മേളകർത്താ രാഗങ്ങൾ. 72 ജനകരാഗങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? മേളകർത്താ രാഗങ്ങൾ. ഘടനയനുസരിച്ച് ജന്യരാഗങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെ? വർജ്യം, വക്രം, ഷാഢവം, ഔഢവം, ഉപാംഗം, ഭാഷാംഗം. ഘടനയനുസരിച്ച് ജന്യരാഗങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെ? വർജ്യം, വക്രം, ഷാഢവം, ഔഢവം, ഉപാംഗം, ഭാഷാംഗം. ശ്രുതിയിടുന്നതിന് ഏറ്റവും സവിശേഷമായി കണക്കാക്കുന്ന ഇന്ത്യൻ സംഗീതോപകരണം ഏത്? തമ്പുരു. ശ്രുതിയിടുന്നതിന് ഏറ്റവും സവിശേഷമായി കണക്കാക്കുന്ന ഇന്ത്യൻ സംഗീതോപകരണം ഏത്? തമ്പുരു. സംഗീതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി കണക്കാക്കപ്പെടുന്നത് എന്തൊക്കെ? ശ്രുതിയും താളവും രാഗവും. സംഗീതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി കണക്കാക്കപ്പെടുന്നത് എന്തൊക്കെ? ശ്രുതിയും താളവും രാഗവും. അടിസ്ഥാനപരമായി എത്ര താളങ്ങളാണ് കർണാടക സംഗീതത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്? 7. അടിസ്ഥാനപരമായി എത്ര താളങ്ങളാണ് കർണാടക സംഗീതത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്? 7. 7 അടിസ്ഥാന താളങ്ങൾ ഏതെല്ലാം? ധ്രുവം, മധ്യം, രൂപകം, ധംപ, അഠ, ത്രിപുട, ഏക. 7 അടിസ്ഥാന താളങ്ങൾ ഏതെല്ലാം? ധ്രുവം, മധ്യം, രൂപകം, ധംപ, അഠ, ത്രിപുട, ഏക. പ്രാചീന കാലം മുതൽക്ക് നിലനിൽക്കുന്ന താളസമ്പ്രദായം ഏത്? 108 താളസമ്പ്രദായം. പ്രാചീന കാലം മുതൽക്ക് നിലനിൽക്കുന്ന താളസമ്പ്രദായം ഏത്? 108 താളസമ്പ്രദായം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ താളമായി കണക്കാക്കപ്പെടുന്ന 108 താളസമ്പ്രദായത്തിലെ താളം ഏത്? 128 അക്ഷരകാല ദൈർഘ്യമുള്ള താളം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ താളമായി കണക്കാക്കപ്പെടുന്ന 108 താളസമ്പ്രദായത്തിലെ താളം ഏത്? 128 അക്ഷരകാല ദൈർഘ്യമുള്ള താളം. ഇന്ത്യൻ സംഗീതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള എന്തിനെയാണ് സംഗീതത്തിൻ്റെ ജീവാത്മാവായി വിശേഷിപ്പിക്കുന്നത്? ഗമകങ്ങളെ. ഇന്ത്യൻ സംഗീതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള എന്തിനെയാണ് സംഗീതത്തിൻ്റെ ജീവാത്മാവായി വിശേഷിപ്പിക്കുന്നത്? ഗമകങ്ങളെ. ഓരോ സ്വരങ്ങൾക്കും നൽകുന്ന വിശേഷ ചലനം എങ്ങനെ അറിയപ്പെടുന്നു? ഗമകം. ഓരോ സ്വരങ്ങൾക്കും നൽകുന്ന വിശേഷ ചലനം എങ്ങനെ അറിയപ്പെടുന്നു? ഗമകം. ഒരു ആലങ്കാരിക തുടർച്ച സംഗീതത്തിന് നൽകുന്ന ഘടകമേത്? ഗമകം. ഒരു ആലങ്കാരിക തുടർച്ച സംഗീതത്തിന് നൽകുന്ന ഘടകമേത്? ഗമകം. ഗമകമില്ലാത്ത സംഗീതം വരണ്ട നദി പോലെയും ചന്ദ്രനുദിക്കാത്ത നിശ പോലെയും പൂക്കളില്ലാത്ത വള്ളി പോലെയും ആഭരണരഹിതയായ നാരിയെപ്പോലെയുമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏത്? ഭരതമുനിയുടെ നാട്യശാസ്ത്രം. ഗമകമില്ലാത്ത സംഗീതം വരണ്ട നദി പോലെയും ചന്ദ്രനുദിക്കാത്ത നിശ പോലെയും പൂക്കളില്ലാത്ത വള്ളി പോലെയും ആഭരണരഹിതമായ നാരിയെപ്പോലെയുമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏത്? ഭരതമുനിയുടെ നാട്യശാസ്ത്രം. സംഗീതത്തിൽ വിവിധ രസങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതെന്ത്?
ഗമകങ്ങൾ. സംഗീതത്തിൽ വിവിധ രസങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതെന്ത്? ഗമകങ്ങൾ. പ്രാചീന സംഗീതത്തിൽ ഗമകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അലങ്കാരങ്ങൾ. പ്രാചീന സംഗീതത്തിൽ ഗമകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അലങ്കാരങ്ങൾ. കർണാടക സംഗീതത്തിൽ സാധാരണ ഉപയോഗിച്ചു വരുന്ന 10 ഗമകങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? ദശവിധ ഗമകങ്ങൾ. കർണാടക സംഗീതത്തിൽ സാധാരണ ഉപയോഗിച്ചു വരുന്ന 10 ഗമകങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? ദശവിധ ഗമകങ്ങൾ. ഇന്ത്യൻ സംഗീതത്തിൻ്റെ മാത്രം സവിശേഷതയായ സൃഷ്ടിപരമായ സംഗീതം ഏത്? മനോധർമ്മ സംഗീതം. ഇന്ത്യൻ സംഗീതത്തിൻ്റെ മാത്രം സവിശേഷതയായ സൃഷ്ടിപരമായ സംഗീതം ഏത്? മനോധർമ്മ സംഗീതം. കർണാടക സംഗീതത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രധാന ഗാനരൂപങ്ങളേവ? വർണ്ണം, കൃതി, പദം, ജാവളി, തില്ലാനം. കർണാടക സംഗീതത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രധാന ഗാനരൂപങ്ങളേവ? വർണ്ണം, കൃതി, പദം, ജാവളി, തില്ലാനം. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രധാന ഗാനരൂപങ്ങളേവ? ധ്രുപദ്, ഗയാൽ, ഠുംരി, ടപ്പ, തരാന. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രധാന ഗാനരൂപങ്ങളേവ? ധ്രുപദ്, ഗയാൽ, ഠുംരി, ടപ്പ, തരാന. ബംഗാളിലെ രബീന്ദ്ര സംഗീതം, കേരളത്തിലെ സോപാന സംഗീതം എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ്? ദേശീയ സംഗീതം. ബംഗാളിലെ രബീന്ദ്ര സംഗീതം, കേരളത്തിലെ സോപാന സംഗീതം എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ്? ദേശീയ സംഗീതം. സ്വരങ്ങളാൽ അലങ്കൃതമായി ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന ധ്വനിവിശേഷം എന്ന് പ്രാചീന സംഗീത ലക്ഷണ ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നത് എന്തിനെ? രാഗത്തെ. സ്വരങ്ങളാൽ അലങ്കൃതമായി ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന ധ്വനിവിശേഷം എന്ന് പ്രാചീന സംഗീത ലക്ഷണ ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നത് എന്തിനെ? രാഗത്തെ. പ്രാചീന സംഗീതത്തിൽ ജാതി എന്നറിയപ്പെട്ടതെന്ത്? രാഗം. പ്രാചീന സംഗീതത്തിൽ ജാതി എന്നറിയപ്പെട്ടതെന്ത്? രാഗം. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാതംഗന്റെ ഏത് കൃതിയിലാണ് രാഗം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്? ബൃഹദ്ദേശി. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാതംഗന്റെ ഏത് കൃതിയിലാണ് രാഗം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്? ബൃഹദ്ദേശി. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങളായ മേളം അറിയപ്പെടുന്ന മറ്റു പേരുകളേവ? കർത്താരാഗം, മേളകർത്താരാഗം, രാഗാംഗരാഗം, സമ്പൂർണ്ണരാഗം. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങളായ മേളം അറിയപ്പെടുന്ന മറ്റു പേരുകളേവ? കർത്താരാഗം, മേളകർത്താരാഗം, രാഗാംഗരാഗം, സമ്പൂർണ്ണ രാഗം. 72 മേളകർത്ത പദ്ധതിയുടെ ഉപജ്ഞാതാവാര്? വെങ്കിടമഖി. 72 മേളകർത്ത പദ്ധതിയുടെ ഉപജ്ഞാതാവാര്? വെങ്കിടമഖി. മറ്റു രാഗങ്ങളെല്ലാം 72 മേളകർത്താ രാഗങ്ങളിൽ നിന്നും ഉണ്ടായവയായതിനാൽ ഇവ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? ജന്യരാഗങ്ങൾ. മറ്റു രാഗങ്ങളെല്ലാം 72 മേളകർത്താ രാഗങ്ങളിൽ നിന്നും ഉണ്ടായവയായതിനാൽ ഇവ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? ജന്യരാഗങ്ങൾ. 2 വിധത്തിൽ നിലനിന്നിരുന്ന 72 മേളകർത്താ പദ്ധതികൾ ഏതെല്ലാം? സമ്പൂർണ്ണ മേള പദ്ധതി അഥവാ കനകാംഗി അഥവാ രത്നാംഗി, അസമ്പൂർണ്ണ മേള പദ്ധതി അഥവാ കനകാംബരി അഥവാ രത്നാംബരി. 2 വിധത്തിൽ നിലനിന്നിരുന്ന 72 മേളകർത്താ പദ്ധതികൾ ഏതെല്ലാം? സമ്പൂർണ്ണ മേള പദ്ധതി അഥവാ കനകാംഗി, രത്നാംഗി, അസമ്പൂർണ്ണ മേള പദ്ധതി അഥവാ കനകാംബരി, രത്നാംബരി. മേളങ്ങളുടെ പേരുകൾ ആദ്യമായി കാണപ്പെട്ടത് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗോവിന്ദാചാര്യയുടെ ഏത് കൃതിയിലാണ്? സംഗ്രഹ ചൂഡാമണി. മേളങ്ങളുടെ പേരുകൾ ആദ്യമായി കാണപ്പെട്ടത് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗോവിന്ദാചാര്യരുടെ ഏത് കൃതിയിലാണ്? സംഗ്രഹ ചൂഡാമണി. മേളകർത്താ രാഗങ്ങളുടെ ക്രമനമ്പർ കണ്ടുപിടിക്കാനുള്ള സ്വരസംജ്ഞകളുടെ സമ്പ്രദായമേത്? കപടയാദി സൂത്രം അഥവാ കപടയാദി സംഖ്യ. മേളകർത്താ രാഗങ്ങളുടെ ക്രമനമ്പർ കണ്ടുപിടിക്കാനുള്ള സ്വരസംജ്ഞകളുടെ സമ്പ്രദായമേത്? കപടയാദി സൂത്രം അഥവാ കപടയാദി സംഖ്യ. ദക്ഷിണേന്ത്യൻ സംഗീതത്തിലെ അടിസ്ഥാന താളങ്ങളെ എങ്ങനെ വിളിക്കുന്നു? സപ്തതാളങ്ങൾ. ദക്ഷിണേന്ത്യൻ സംഗീതത്തിലെ അടിസ്ഥാന താളങ്ങളെ എങ്ങനെ വിളിക്കുന്നു? സപ്തതാളങ്ങൾ. ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും അധികം ഉപയോഗത്തിലിരിക്കുന്നതുമായ താളമേത്? ആദിതാളം. ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും അധികം ഉപയോഗത്തിലിരിക്കുന്നതുമായ താളമേത്? ആദിതാളം. ഒരു സംഗീത വിദ്യാർത്ഥി ആദ്യമായി പഠിക്കുന്ന പാഠങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് താളത്തിലാണ്? ആദിതാളം. ഒരു സംഗീത വിദ്യാർത്ഥി ആദ്യമായി പഠിക്കുന്ന പാഠങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് താളത്തിലാണ്? ആദിതാളം. കേരള സംഗീതത്തിൽ ആദിതാളത്തിന് ഉപയോഗിക്കുന്ന പേരെന്ത്? ചെമ്പട. കേരള സംഗീതത്തിൽ ആദിതാളത്തിന് ഉപയോഗിക്കുന്ന പേരെന്ത്? ചെമ്പട. ഹരികഥ കലാകാരന്മാർ ചിപ്ല എന്ന ഉപകരണം ഉപയോഗിച്ചിരുന്നത് ഏത് താളത്തെ കാണിക്കാനാണ്? ആദിതാളം. ഹരികഥ കലാകാരന്മാർ ചിപ്ല എന്ന ഉപകരണം ഉപയോഗിച്ചിരുന്നത് ഏത് താളത്തെ കാണിക്കാനാണ്? ആദിതാളം. കർണാടക സംഗീതത്തിലെ വളരെ പഴക്കമേറിയതും സാധാരണ ഉപയോഗിക്കുന്നതുമായ ഏത് താളത്തെയാണ് തുല്യതയില്ലാത്ത 2 അടികളിലൂടെ പ്രയോഗിക്കുന്നത്? ചാപ്പുതാളം. കർണാടക സംഗീതത്തിലെ വളരെ പഴക്കമേറിയതും സാധാരണ ഉപയോഗിക്കുന്നതുമായ ഏത് താളത്തെയാണ് തുല്യതയില്ലാത്ത 2 അടികളിലൂടെ പ്രയോഗിക്കുന്നത്? ചാപ്പുതാളം.
നൃത്തത്തിന് വളരെ അനുയോജ്യമായ താളമായി കരുതപ്പെടുന്നത് ഏത്? ചാപ്പുതാളം. നൃത്തത്തിന് വളരെ അനുയോജ്യമായ താളമായി കരുതപ്പെടുന്നത് ഏത്? ചാപ്പുതാളം. ചാപ്പുതാളത്തിൻ്റെ 4 വകഭേദങ്ങൾ ഏതെല്ലാം? തിസ്ര ചാപ്പ്, ഖണ്ഡ ചാപ്പ്, മിശ്ര ചാപ്പ്, സങ്കീർണ ചാപ്പ്. ചാപ്പുതാളത്തിൻ്റെ 4 വകഭേദങ്ങൾ ഏതെല്ലാം? തിസ്ര ചാപ്പ്, ഖണ്ഡ ചാപ്പ്, മിശ്ര ചാപ്പ്, സങ്കീർണ ചാപ്പ്. സംഗീതത്തിൽ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ചാപ്പുതാളങ്ങളേവ? തിസ്ര ചാപ്പ്, സങ്കീർണ ചാപ്പ് എന്നിവ. സംഗീതത്തിൽ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ചാപ്പുതാളങ്ങളേവ? തിസ്ര ചാപ്പ്, സങ്കീർണ ചാപ്പ് എന്നിവ. അരധംപ എന്നും വിളിക്കപ്പെടുന്ന ചാപ്പുതാളമേത്? ഖണ്ഡചാപ്പ്. അരധംപ എന്നും വിളിക്കപ്പെടുന്ന ചാപ്പുതാളമേത്? ഖണ്ഡചാപ്പ്. ചാപ്പുതാളങ്ങളിൽ ഏറ്റവും സാധാരണമായി ഉപയോഗിക്കപ്പെടുന്നത് ഏതാണ്? വിലോപമ ചാപ്പ് താളം എന്നും അറിയപ്പെടുന്നത് മിശ്ര ചാപ്പുതാളം. ചാപ്പുതാളങ്ങളിൽ ഏറ്റവും സാധാരണമായി ഉപയോഗിക്കപ്പെടുന്ന ഏതാണ്? വിലോചമ ചാപ്പുതാളം എന്നും അറിയപ്പെടുന്നത് മിശ്ര ചാപ്പുതാളം. അഭ്യാസഗാനത്തിൽപ്പെടുന്ന മനോഹരമായ ഏത് ഗാനരൂപത്തിനാണ് പല്ലവി, അനുപല്ലവി, ചരണം എന്നീ അംഗങ്ങളുള്ളത്? സ്വരചിതി. അഭ്യാസഗാനത്തിൽപ്പെടുന്ന മനോഹരമായ ഏത് ഗാനരൂപത്തിനാണ് പല്ലവി, അനുപല്ലവി, ചരണം എന്നീ അംഗങ്ങളുള്ളത്? സ്വരചിതി. സഭാഗാനത്തിൻ്റെ പദവിയിലേക്ക് സ്വരചിതിയെ ഉയർത്തിയ വാഗ്ഗേയകാരനാര്? ശ്യാമശാസ്ത്രികൾ. സഭാഗാനത്തിൻ്റെ പദവിയിലേക്ക് സ്വരചിതിയെ ഉയർത്തിയ വാഗ്ഗേയകാരനാര്? ശ്യാമശാസ്ത്രികൾ. കർണാടക സംഗീതാഭ്യാസത്തിന് ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കിയതാര്? പുരന്ദരദാസർ. കർണാടക സംഗീതാഭ്യാസത്തിന് ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കിയതാര്? പുരന്ദരദാസർ. പുരന്ദരദാസർ ആദ്യമായി രചിച്ച കൃതി ഏത്? മൊസഹോദനലോ എന്ന കൃതി. പുരന്ദരദാസർ ആദ്യമായി രചിച്ച കൃതി ഏത്? മൊസഹോദനലോ എന്ന കൃതി. ദേവർ നാമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരുടെ കൃതികളാണ്? പുരന്ദരദാസർ. ദേവർ നാമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരുടെ കൃതികളാണ്? പുരന്ദരദാസർ. ദക്ഷിണേന്ത്യയിൽ സംഗീതാഭ്യാസത്തിന് മായ, മാളവ, ഗൗള അടിസ്ഥാന രാഗമായി രൂപപ്പെടുത്തിയതാര്? പുരന്ദരദാസർ. ദക്ഷിണേന്ത്യയിൽ സംഗീതാഭ്യാസത്തിന് മായ, മാളവ, ഗൗള അടിസ്ഥാന രാഗമായി രൂപപ്പെടുത്തിയതാര്? പുരന്ദരദാസർ. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അടിസ്ഥാന രാഗമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശങ്കരാഭരണത്തിന് സമാനമായ രാഗമേത്? ബിലാവൽ. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അടിസ്ഥാന രാഗമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശങ്കരാഭരണത്തിന് സമാനമായ രാഗമേത്? ബിലാവൽ. കർണാടക സംഗീതത്തിന് നൽകിയ സംഭാവനകൾ മുൻനിർത്തി കർണാടക സംഗീത പിതാമഹൻ അഥവാ ആദി ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? പുരന്ദരദാസർ. കർണാടക സംഗീതത്തിന് നൽകിയ സംഭാവനകൾ മുൻനിർത്തി കർണാടക സംഗീത പിതാമഹൻ അഥവാ ആദി ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? പുരന്ദരദാസർ. സംസ്കൃത ഭാഷയിലല്ലാതെ പ്രാദേശിക ഭാഷയിൽ ആദ്യമായി കൃതികൾ രചിച്ച വാഗ്ഗേയകനാര്? പുരന്ദരദാസർ. സംസ്കൃത ഭാഷയിലല്ലാതെ പ്രാദേശിക ഭാഷയിൽ ആദ്യമായി കൃതികൾ രചിച്ച വാഗ്ഗേയകനാര്? പുരന്ദരദാസർ. ഇനി ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നൃത്ത കച്ചേരികളിൽ രണ്ടാമത് അവതരിപ്പിക്കുന്ന സംഗീത രൂപം അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. മിശ്ര ചാപ്പയിലുള്ള കൃതികളായ ഗോപാലക പാഹിമാം, കൃപയ പാലയ എന്നിവ രചിച്ചതാര്? സ്വാതി തിരുനാൾ. മിശ്ര ചാപ്പിലുള്ള കൃതികളായ ഗോപാലക പാഹിമാം, കൃപയ പാലയ എന്നിവ രചിച്ചതാര്? സ്വാതി തിരുനാൾ. ഹംസധ്വനി രാഗത്തിലുള്ള ആദി താളത്തിലെ കൃതിയായ വാതാപി ഗണപതിയും രചിച്ചതാര്? മുത്തുസ്വാമി ദീക്ഷിതർ. ഹംസധ്വനി രാഗത്തിലുള്ള ആദി താളത്തിലെ കൃതിയായ വാതാപി ഗണപതിയും രചിച്ചതാര്? മുത്തുസ്വാമി ദീക്ഷിതർ. നാട്ടരാഗത്തിലുള്ള ആദി താളം കൃതിയായ മഹാഗണപതിയും രചിച്ചതാര്? മുത്തുസ്വാമി ദീക്ഷിതർ. നാട്ടരാഗത്തിലുള്ള ആദി താളം കൃതിയായ മഹാഗണപതിയും രചിച്ചതാര്? മുത്തുസ്വാമി ദീക്ഷിതർ. ഹംസധ്വനി രാഗത്തിലുള്ള ആദി താളം കൃതിയായ അഭീഷ്ടവരദ ആരുടെ രചനയാണ്? ത്യാഗരാജസ്വാമികൾ. ഹംസധ്വനി രാഗത്തിലുള്ള ആദി താളം കൃതിയായ അഭീഷ്ടവരദ ആരുടെ രചനയാണ്? ത്യാഗരാജസ്വാമികൾ. നൃത്ത കച്ചേരികളിൽ രണ്ടാമത് അവതരിപ്പിക്കുന്ന സംഗീത രൂപമേത്? ജതിസ്വരം. നൃത്ത കച്ചേരികളിൽ രണ്ടാമത് അവതരിക്കുന്ന സംഗീത രൂപമേത്? ജതിസ്വരം. പ്രസിദ്ധമായ രാഗമാലിക ജതിസ്വരം ചാപ്പുതാളത്തിൽ രചിച്ചതാര്? സ്വാതി തിരുനാൾ. പ്രസിദ്ധമായ രാഗമാലിക ജതിസ്വരം ചാപ്പുതാളത്തിൽ രചിച്ചതാര്? സ്വാതി തിരുനാൾ. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക് യു.